Hallelujah, 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 hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഏത് മീഡിയയിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിലൂടെയോ വാട്സപ്പിലൂടെയോ വാട്ടെവർ ദ മീഡിയ യു ആർ യൂസിങ്, ഏത് മീഡിയയിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ വചനം വളരെ അനുഗ്രഹമാക്കി തീർക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് എബ്രായ കവനന്റിനെ കുറിച്ചാണ്, ബ്ലഡ് കവനന്റിനെ കുറിച്ചാണ്. ഹീബ്രു ബ്ലഡ് കവനന്റ്, 9 ഹീബ്രു ബ്ലഡ് കവനൻസ് ആർ ദെയർ. 9 കവനൻസ് ഉണ്ട്. ആ കവനൻസിൻ്റെ എല്ലാം കൂടെ ഒരു ആകെ തുക നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ വാസ്തവമായി ഈ കവനന്റിനെ കുറിച്ച് ഇതൊരു കോൺട്രാക്റ്റോ നിയമ വശങ്ങളോ ഒന്നുമല്ല. പുതിയ നിയമം, പഴയ നിയമം എന്ന് വായിക്കുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റ്, ഓൾഡ് കവനന്റ് ആൻഡ് ന്യൂ കവനന്റ്. ഇറ്റ്സ് എ കവനന്റ്. ഇതൊരു കവനന്റ് ആണ്, ഉടമ്പടിയാണ്. അല്ലാതെ ഒരു ലോകമുണ്ടാക്കിയ ഒരു നിയമമല്ല. നാളെ ഓരോ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഓരോരുത്തർ വരുന്ന ഉടനെ നിയമങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ജയിലിലായിരുന്ന ജോസ് പാപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീജയും UP ഗവൺമെൻറ് അവരെ ജയിലിലിട്ടു. അവരെ കോടതി വിധിച്ചു. അവരുടെ നിയമപ്രകാരം അവരെ 5 വർഷത്തേക്ക് ജയിലിലിട്ടു. ഞാൻ എൻ്റെ പ്രെയർ ലൈനുകളിലൂടെ ഒരാഴ്ച പല പ്രെയർ ലൈനുകളിലൂടെ അവർക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. ഏത് കോടതിയാണ്? ലോകത്തിൻ്റെ കോടതിയല്ല, ദൈവത്തിൻ്റെ കോടതിയിൽ വാദിച്ച് അവരെ ജയം പ്രഖ്യാപിച്ചു. അവർക്ക് വിടുതൽ കിട്ടി. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അവർക്ക് വിടുതൽ കിട്ടി. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഷിബു തോമസ് അവരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണഗതിയിൽ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിയമവശങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് എന്നെ പഠിപ്പിച്ച ദൈവമാണ്. ഈ ബ്ലഡ് കവനന്റിനെ കുറിച്ച്, രക്തത്താലുള്ള ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട് പല പ്രെയർ ലൈനുകളിൽ. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ചർച്ചിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങളെ കേൾക്കുന്ന ഈ ചർച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്നവർക്കെല്ലാം യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ടീച്ചിങ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ഒന്നാമത്തേത് ടേക്ക് ഓഫ് ദ കോട്ട് ഓർ റോബ്. ഈ 2 പാർട്ടികൾ തമ്മിൽ ഒരു കവനന്റ് ഉണ്ടാകുകയാണ്. ആ കവനന്റിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് ഊരി മറ്റേ ആൾക്ക് കൊടുക്കുന്നു, മറ്റേ ആളിട്ടിരിക്കുന്ന വസ്ത്രം എനിക്ക് തരുന്നു. അതൊരു കവനന്റാണ്, അതൊരു നിയമമാണ്. അതിന് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഭവനത്തിൽ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പനും അമ്മയും മരിച്ചുപോയി. മൂത്ത സഹോദരൻ ജഡ്ജായിട്ട് പോയി. മറ്റേ ഒരു സഹോദരൻ ഒരു ബിസിനസ്സുകാരനായിട്ട് പോയി. ആ ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ ഫെയിലിയറായി, ചിലരുമായിട്ടൊക്കെ വഴക്കുണ്ടായി. അപ്പോൾ ഒരാളെ കൊല്ലേണ്ടി വന്നു. ഈ കേസ് കോർട്ടിൽ വന്നു. അപ്പോൾ ജഡ്ജി ആയിട്ടിരിക്കുന്ന തൻ്റെ സഹോദരൻ്റെ അടുക്കലാണ് വന്നത്. ഇളയ സഹോദരൻ വിചാരിച്ചു എൻ്റെ മൂത്ത സഹോദരൻ ജഡ്ജാണെന്നാൽ അദ്ദേഹം വിടുവിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് നിയമപ്രകാരം അദ്ദേഹത്തിനെ വിടുവിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി വിധിച്ചു. ഇത് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ട ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കവനന്റിൻ്റെ മാക്സിമം. അപ്പം
തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ ദിവസം ജഡ്ജ് ജയിലിൽ വന്നു. ഈ സഹോദരനെ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഉടുപ്പൂരി എനിക്കിതാ, എൻ്റെ ഈ ഉടുപ്പൂരി നിനക്ക് തരാമെന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന ഇളയ സഹോദരന് തൻ്റെ ജാക്കറ്റും തൻ്റെ വസ്ത്രവും ഊരിക്കൊടുത്തു. എന്നിട്ട് തൻ്റെ ജയിൽ വസ്ത്രം ഈ മൂത്ത സഹോദരൻ ജഡ്ജായിരുന്നവൻ ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നേരെ എൻ്റെ വണ്ടിയെ കയറി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം വീട്ടിലങ്ങ് പോയി. മറ്റുള്ള പോലീസുകാരൊക്കെ നോക്കിയുണ്ടെങ്കിൽ ജഡ്ജാണ് ഇറങ്ങിപ്പോയത്. ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളിയല്ല, ജയിൽ പുള്ളിയെ നോക്കേണ്ട, ജയിൽ പുള്ളി അവിടെ കിടപ്പുണ്ട്. എന്നാൽ മൂത്ത സഹോദരനായിരുന്നു കിടന്നിരുന്നത്. ഇതൊരു കവനൻ്റായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അവൻ്റെ കുറ്റം ഇവൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്നിട്ട് ആ മൂത്ത സഹോദരനെയാണ് തൂക്കിക്കൊന്നത് ഇളയ സഹോദരന് പകരം. കാരണം എന്താണെന്ന് ആ ജഡ്ജ് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞ മാതിരി കർത്താവായ യേശു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ എനിക്ക് വേണ്ടി മരിച്ചു. ഒരു തന്നു. ആ ബ്ലഡ് കവനന്റ്, അവൻ്റെ റോപ്പ് ഓഫ് റൈച്ചസ് എന്നെ ധരിപ്പിച്ചു. ഞാൻ വരിച്ചിരുന്ന ആ പാപി എന്ന വസ്ത്രം അവന് കൊടുത്തു. ഒരു എക്സ്ചേഞ്ച് നടന്നു, ഒരു മാറ്റം നടന്നു. എനിക്ക് പകരക്കാരനായി ഒരാൾ മരിച്ചു. ആ കവനന്റിന്റെ ബാധ്യസ്ഥരാകുക എന്നുള്ളത് എൻ്റെ നിങ്ങളുടെ ചുമതലയാണ്. അതാണ് ആ റോപ്പ് ചേഞ്ച്. രണ്ടാമത്തേത് ബെൽറ്റ്. ടേക്ക് എ ബെൽറ്റ്. ബെൽറ്റ് എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഈ ബെൽറ്റേലാണ് ആയുധങ്ങൾ തൂക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാള് തൂക്കിയിടുന്നത് ഇവിടെയാണ്, പരിചയ വെക്കുന്ന വേറൊരിടത്താണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരുന്നു അവരുടെ ആയുധങ്ങൾ വെക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം, അള്ളിയിൽ കത്തി ചിരിക്കൊണ്ട് നടക്കുന്നത്, അല്ലെ തോക്ക് തിരികുന്നത്, ആയുധങ്ങൾ വെക്കുന്നത് ബെൽറ്റ്. ഈ ആയുധങ്ങൾ രണ്ടുപേര് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒരു കവനന്റ് ചെയ്യുന്നു. അവൻ്റെ ബെൽറ്റ് ഊരി കൊടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ തമ്മിൽ ഒരു യുദ്ധവുമില്ല, നമ്മൾ തമ്മിൽ പീസ് ആണ്, സമാധാനത്തിൽ സന്ധിയിൽ വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ രാജ്യവും നിൻ്റെ രാജ്യവും, എൻ്റെ വീടും നിൻ്റെ വീടും തമ്മിലുള്ള യുദ്ധമില്ല. ആ യുദ്ധത്തിന് അവസാനം കൊടുക്കുന്നതാണ്. അതാണ് ഒരു കവനന്റിലേക്ക് വരുന്നു. അതാണ് രണ്ടാമത്തെ കവനന്റ്. മൂന്നാമത്തെ കവനന്റ് എന്ന് പറയുന്നത് കട്ട് കവനന്റ്. ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കവനന്റ്. കട്ട് കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് വായിക്കാം. അത് യെരമ്യാ പ്രവചനം 31 അധ്യായത്തിനകത്ത് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. യെരമ്യാ പ്രവചനം 31 അധ്യായം. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അത് പലർക്കും അത് മനസ്സിലാകുന്നില്ല. 31 അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു ഇതല്ല, 34 അധ്യായത്തിൻ്റെ 18-19. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാം. 34 ജെറമ്യ 34 വേഴ്സസ് 18 to 19. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. എന്താണ് ഇവിടെ വായിക്കുന്നത്? ഈ കാളക്കുട്ടിയെ രണ്ടായി പിളർന്നു. നിങ്ങൾ നോക്കണം, ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിനകത്ത് ഒരു കവനന്റിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമി, ഏതിനാൽ ഈ ഭൂമി എനിക്ക് കിട്ടുമെന്ന് അബ്രഹാം ചോദിക്കുന്നുണ്ട്. നീ ആടിനെ കൊണ്ടുവരണം, കോലാട്ടുകുട്ടിയെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുടനെ അതൊരാരാധനയാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവങ്ങളെ, അതാണ് ആരാധനയല്ല. എന്തുകൊണ്ട് പക്ഷിയെ പിളർന്നില്ല? പക്ഷിയെ പിളർന്നാൽ രക്തം കാണത്തില്ല. കാരണം അവിടെ നമുക്ക് തെറ്റിയേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും
പല രീതിയിലാണ് ഈ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന കാരണമാണ് തെറ്റിക്കിടക്കുന്നത്. അവിടെ ഒരു കവനൻ്റാണ് ചെയ്യുന്നത്. ആ കവനൻ്റ് ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കർത്താവ് പറയുന്ന വാക്യം ചെയ്യണം. അന്ന് could you please Genesis chapter 15 verse 18, would you put it on the screen please? അത് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാൻ പോവാണ്. മലയാളത്തിൽ ഇങ്ങനെയാണ് വേണമെങ്കിൽ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതി ഞാൻ മിസ്രൈം ദേശം തുടങ്ങി ഫ്രാത്ത് ദേശമായ മഹാനദി വരെയുള്ള ദേശത്തെ കെനേന്യർ, യെബൂസ്യർ എന്ന് പറയുന്ന ദേശത്തെ തരുമെന്നുള്ളത്. Can you please read that portion? The book of Genesis, the chapter number 15, the verse number 18. And I read, so the Lord made a covenant with Abraham that day and said, I have given this land to your descendants, all the way from the border of Egypt to the great Euphrates River. Thank you. And so the Lord made a covenant. It is not a worship. It was a covenant. So many people, so many pastors, ഒരുപാട് pastors പഠിപ്പിക്കുന്നത് അതൊരു ആരാധനയാണ്. ആരാധനയല്ല. ഞാൻ ഒരുപാട് കോഴിയെ കൊന്നിട്ടുണ്ട്. If you cut the chicken, you cannot see the blood. നിങ്ങൾ ചിക്കനെ മുറിക്കുന്നുണ്ട്, ചിക്കൻ്റെ നടുവെ മുറിക്കുന്നുണ്ട്, ബ്ലഡ് കാണുമോ? ചിക്കനെ കോഴിയെ ഇവിടെ കഴുത്താണ് മുറിക്കുന്നത്, അന്നേരം അവിടെ മാത്രമേ രക്തം കാണത്തുള്ളൂ. അതുകൊണ്ടാണ് കഴുത്ത് പിരിച്ചു വെച്ചേക്കുന്നത്. ഇതിനിടെ കൂടെ നടന്നു പോയത് അബ്രഹാമിന് നടക്കാൻ പറ്റത്തില്ല, ദൈവം മാത്രമേ പോകുന്നുള്ളൂ. ഒരു പുകയുന്ന തീച്ചൂള അതിൽ കൂടി കടന്നുപോയി. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. On 17, would you please read 17 also? 17. After the sun went down and darkness fell, Abraham saw a smoking firepot and a flaming torch passed between the halves of the carcasses. Okay. സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ജ്വലിക്കുന്ന ഒരു പന്തം ഈ ഭാഗങ്ങളുടെ നടുവെ കടന്നുപോയി. അബ്രഹാമിന്റെ ആരാധന ശരിയായിട്ടില്ല. Abraham's worship was not, Lord was not pleased. So people are preaching that. It's not a worship. It's about the covenant. That's a cut covenant. Okay? We need to know, നമുക്ക് മനസ്സിലാക്കേണ്ടത് കവനന്റിനെ കുറിച്ചാണ്. ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. He is the Lord of covenant. He remembered covenant with Abraham, Isaac and Jacob. He remembered the covenant of Noah. He remembered always covenant, not your problem. You are not looking your problem. അവൻ നിന്റെ പ്രോബ്ലം അല്ല കാണുന്നത്. അവൻ ഓർക്കുന്നത് കവനന്റാണ്, നിയമത്തെയാണ്, ഉടമ്പടിയെ ഓർത്തിട്ടാണ് നിന്നെ വിടുവിക്കുന്നത്. നാലാമത്തേത്, ഈ വലതുവശത്തെ റെസ്റ്റും മറ്റേ ആളിന്റെ വലതുവശത്തെ റെസ്റ്റും കൂടെ ഇവിടെ കട്ട് ചെയ്യും. ആത്മഹത്യ ചെയ്യാനായിട്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും നടക്കത്തൊന്നുമില്ല. അത് നടക്കത്തൊന്നുമില്ല. ഈ രണ്ട് കൈയും കൂടെ കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ വെച്ച് കെട്ടിയിട്ട് they make a covenant, ഉടമ്പടി ചെയ്യും. അത് പണ്ട് ലോകത്തിലുണ്ടായിരുന്ന ഒരു കവനന്റ് ആയിരുന്നു. ഹിബ്രു കവനന്റിനകത്ത് വേറൊരു കവനന്റാണ്. അടുത്ത കവനന്റ് എക്സ്ചേഞ്ചിങ് ദ നെയിംസ്, പേര് ചേഞ്ച് ചെയ്യുക. അതിനകത്തിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വെഡിങ് കവനന്റ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേര് അവരുടെ പേരിനോട് കൂടി ചേർക്കത്തില്ല. ഇറ്റ് മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു കവനന്റ് വിത്ത് ഹർ ഹസ്ബൻഡ്. അവർക്ക് ഹസ്ബൻഡുമായിട്ടുള്ള കവനന്റ് വേണ്ട, ഭർത്താവുമായിട്ടുള്ള കവനന്റ് വേണ്ട.
ഓ എൻ്റെ അപ്പൻ്റെ പേര് തന്നെ എനിക്ക് വേണം. മൈ ഫാദേഴ്സ് നെയിം വിൽ ബി വിത്ത് മീ. ഓക്കെ, യു ഗിവ് വിത്ത് വാട്ട്? യു ആർ നോട്ട് ഇൻ ദ പാർട്ട് ഓഫ് ദ കവനന്റ്. There is no covenant. Why the name changing? ഞാനൊരു യാക്കോബക്കാരനായിരുന്നു. I'm an Orthodox. When I become child of God, I got the covenant. See, the covenant is very important. ഞാൻ യേശുവിനെ കർത്താവ് സ്വീകരിച്ചു പോയാണ് ദൈവ പൈതലായി. I'm a child of God. When I got the child of God, എന്നാണ് ഞാൻ യേശു ഒരു ദൈവ പൈതലായത്? When I received, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ്. ഞാനത് കാണിക്കുക. എക്സ്ചേഞ്ചിങ് ദ നെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ്സ് എ കവനന്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കവനന്റ്. ഓക്കെ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 നിങ്ങൾ വായിച്ചു നോക്കണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 17-ാം അധ്യായം The verses number 4 and 5. And 5. I read the verse number 4. Verse 4. This is my covenant with you. This is my covenant with you. I will make you the father of a multitude of nations. I make you the father of multitude of nations. The verse number 5. What's more, I am changing your name. I'm changing your name. Yes, changing the name. Part of the covenant. It will no longer be Abram. No longer be Abraham. Instead, you will be called Abraham. What is that meaning? Abraham, H-A-M, is added. That's a God's name is added. When? The covenant. In the covenant. What was the covenant? He had to do the circumcision. Blood covenant. In that blood covenant, he made Abraham. Exchanging the name. It's very important. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാനാ? So many people does not understand it. What we can do? You first of all, you should know the covenant. നീ covenant എന്താണെന്ന് അറിയണം. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം. അറിയാൻ ആഗ്രഹമില്ലല്ലോ. വേറെ ഏതാണ്ടിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നത്. നെക്സ്റ്റ് വൺ, മേക്ക് എ സ്കാർ. ഏതെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കുക. ഇപ്പോഴത്തെ പുതിയ ഫാഷൻ ടാറ്റു ഉണ്ടാക്കുക. രണ്ടുപേര് സ്കാർ ഉണ്ടാക്കുക ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാർട്ട്. സെയിം സ്കാർ മേക്ക്. അതെന്താണ്? ഒരു ഉടമ്പടിയാണ്. അടുത്തത് നെക്സ്റ്റ് വൺ. ഓക്കെ, there is a giving covenant items. What is that meaning? Okay, exchanging some items. ഏതെങ്കിലും ഐറ്റംസ് സാധനങ്ങൾ കൊടുക്കുന്നു. അത് കൊടുത്തു, ഞാൻ ഇത് വാങ്ങുന്നു. ഞാൻ ഒരു ലോഡ് പൊട്ടറ്റോ തന്നു, അവിടുന്ന് ഒരു ലോഡ് ഉള്ളി തന്നു. Exchanging the things. Okay, I'm giving my potato is my things. I'm giving you one load of potato and you give me one load of something different for production. As exchanging the things. That's a covenant. It's a trading the things. See, now you know the trading, the trade center is a covenant. Okay, next one. Eating meals. This is the covenant. You must understand. ഈ ഒരു കവനന്റ് അറിയാൻ വയ്യാത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം. അബ്രഹാമിനോട് ആദ്യം കവനന്റ് ചെയ്തത് മൽക്കീസദേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് മൽക്കീസദേക്ക് അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. 18, 19, 20 വാക്യത്തിനകത്ത്. Would you please, Genesis chapter 14, verse 18 to 20, would you read, please? The verses number 18
through the 20. And I read from the New Living Translation. And Melchizedek, the king of Salem, and a priest of God Most High, brought Abraham some bread and wine. The verse number 19. Melchizedek blessed Abraham with these blessings. Blessed be Abraham by God, the Most High, creator of heaven and earth. Verse 20. And blessed be God Most High, who has defeated your enemies for you. Then Abraham gave Melchizedek a tenth of all the goods he has recovered. Thank you for reading. ഇവിടെ മലയാളത്തിൽ വായിക്കുന്നു, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നെക്സ്റ്റ് വൺ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഒരു കൈമാറ്റം നടന്നു. അബ്രഹാം ദശാംശം കൊടുക്കുന്നു, ഇദ്ദേഹം ബ്രെഡ് ആൻഡ് വൈൻ കൊടുത്തിട്ട് അനുഗ്രഹം അബ്രഹാം വാങ്ങുന്നു, തയ്ച്ചു കൊടുത്തിട്ട്. ആ അബ്രഹാമിന്റെ അനുഗ്രഹമാണ് മൽക്കീസേദെക്ക് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. യേശു അബ്രഹാമിന്റെ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. തൈച്ചിനെ പറ്റി പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഒത്തിരി പേര് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ദൈവമക്കളെ, ഞാൻ എന്ന് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. Pastor, whenever I start giving the tithes, 1996 onwards, from then I get blessed. Yes. Before that, my mother said, bring my tithes. I never, my brothers and myself, never give the tithes. ഞങ്ങൾ tithes കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. ഞങ്ങൾ ആരും അനുഭവിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടേതും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വസ്തുക്കളും വകകളും ഞങ്ങൾക്ക് ആർക്കും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്ന് കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഇഷ്ടമാണ്, കൊടുക്കുമോ കൊടുക്കാതിരിക്കുമോ. പഴയ നിയമമുണ്ട്, പുതിയ നിയമത്തിനകത്തൊക്കെ ഉണ്ട്. അത് പറയാൻ എനിക്ക് നേരമില്ല. അത് മനസ്സുള്ളവർ കണ്ടാൽ മതി, മനസ്സില്ലാത്തവർ കൊടുക്കണ്ട. ആർക്ക് വേണ്ടി കൊടുക്കേണ്ടത്? ഇറ്റ്സ് എ കവനന്റ്. ഇറ്റ്സ് ഇൻ ദ കവനന്റ്. നീ ഇത് എടുക്കുന്നുണ്ടോ? കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഇതെടുക്കുന്നുണ്ടോ? അപ്പവും മീഞ്ഞും. ഇറ്റ്സ് എ മീൽ കവനന്റ്. ഈ അപ്പവും മീഞ്ഞും റെപ്രസെന്റ് ദ മീൽ കവനന്റ്. ഇതെൻ്റെ പുതിയ നിയമത്തിൽ രക്തം, പുതിയ നിയമത്തിൽ കവനന്റ് ആകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Would you please read Matthew chapter 26 verse 26 to 28 please. മാത്യു, നിങ്ങൾ ബൈബിൾ ഉള്ളവർ എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. Matthew 26, verse 26 to the 28. And I read the 26. Okay. As they were eating, Jesus took some bread and blessed it. Then he broke it in pieces and gave it to the disciples, saying, take this and eat it, for this is my body. The verse number 27. And he took a cup of wine and gave thanks to God for it. He gave it to them and said, each of you drink from it. Amen. The verse number 28. Verse number 28. For this is my blood. This is my blood, which confirms the covenant between God and his people. which confirm the covenant between God and his people. It is poured out as a sacrifice to forgive the sins of many. Brothers, this confirm the covenant between God and his people. ഇവിടെ മലയാളത്തിൽ വായിക്കുന്നത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ രക്തം. It's a new covenant. Amen.
അതാണ് മീൽ കവനന്റ്. ഈ മീൽ കവനന്റിനകത്ത് നമ്മൾ വിവാഹം കഴിക്കുന്ന ഉടനെ, വിവാഹം ഉറപ്പിക്കുമ്പോഴൊക്കെ എന്തിനാ ഫുഡ് കൊടുക്കുന്നത്? ഇറ്റ്സ് എ കവനന്റ്. ഇറ്റ്സ് നോട്ട് എ ഫൺ. ഇറ്റ്സ് അബൌട്ട് ദ കവനന്റ്. It's not start today. It's from early age, from older people. They does that because the two provinces are joining together. Two families are joining together. Two persons are joining together. It's a covenant. Meal covenant. It's very important. What is that meaning? When you drink and eat, you cannot take it back. You are signed the contract, signed the covenant. You agreed to do that. You agreed to follow that instruction. You breaking that covenant. That is why you are so many people are sick. That Paul said in 1 Corinthians chapter 11. That is why you have to think to yourself. നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. Why? Because it's a covenant. I don't know how many of people understand about that one. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. It's a very important covenant, meal covenant. അടുത്തത് plant a tree. വൃക്ഷം നടുക. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ അയൽവക്കക്കാർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. അതിരുമാന്തൽ എന്ന് പറയും, കല്ല കുഴിച്ചിടുന്നത്. അതിരുമാന്തൽ വഴക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നേരം എന്ത് ചെയ്യും? അച്ഛൻ അവിടെ പ്ലാവ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മാവ് വെക്കും. മാവും പ്ലാവും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കവുങ്ങും തെങ്ങും ഒക്കെ വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് അതിര് കാണിക്കാനായിരുന്നു. പ്ലാന്റിങ് എ ട്രീ ഇസ് എ മെമ്മോറിയൽ. Memorial. It's a covenant. This is my property and this is my property. Don't take my property. കല്ലാണെന്നുണ്ടെങ്കിൽ ഊരാൻ പറ്റും. ട്രീ നിനക്ക് ഊരാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം എൻ്റെ ഉപ്പാപ്പന് എൻ്റെ പുരയിടത്തിൻ്റെ ഉപ്പാപ്പൻ്റെ പുരയിടത്തിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ കൊണ്ടുവന്ന് പ്ലാന്തായി കൊണ്ടുവന്ന് വെച്ചു. ഉപ്പാപ്പൻ്റെ മോൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇത് മുഴുവൻ പിഴുതെടുത്തോണ്ട് അവനെ അങ്ങ് പോയി. And I say, my father's brother, and what he does, my property, he put some plants, some trees on near my property. And his younger son come in the morning one day, he take all the plants. It's a memorial tree. It means it's a covenant. This is my property. Don't take my property. See, there are 9 covenants. 9 covenant ഉണ്ട്. ഈ 9 കവനന്റിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. ഉടമ്പടി എല്ലാം ബാധകമാണ്. നമുക്കെല്ലാം ഇതെല്ലാം പറഞ്ഞപ്പോൾ മനസ്സിലായി. നിങ്ങൾ ബ്ലഡ് കവനന്റിൻ്റെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ ഈ പെണ്ണുങ്ങളുടെ തലയിൽ ഇങ്ങനെ സിന്ദൂരം ഇടത്തില്ലയോ? അത് പണ്ട് ഈ സിന്ദൂരമല്ലായിരുന്നു, കൈയുടെ ഇവിടെ മുറിച്ചിട്ട് രക്തമായിരുന്നു വെച്ച് പുരട്ടിയത്. നീ എനിക്കുള്ളതാണ്. ഇറ്റ്സ് ഷോയിങ് ദ കവനന്റ്. അത് കവനന്റ് ആണ് പറയുന്നത്, ബ്ലഡ് കവനന്റ്. അങ്ങനെ ഒരുപാട് കവനന്റിനെ കുറിച്ച് പറഞ്ഞു, ഉടമ്പടികളെ കുറിച്ച് പറഞ്ഞു. ഈ ഉടമ്പടികൾ മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് കിട്ടും. ആ പുതിയ നിയമത്തിൽ ന്യൂ കവനന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ഇൻ ദ ന്യൂ കവനന്റ് വാട്ട് ഈസ് ഇറ്റ് ഈസ് റിട്ടൺ? ബുക്ക് ഓഫ് ഹീബ്രൂസ്. നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്താണ്. ഇംഗ്ലീഷിലൂടെ വായിക്കണം, മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല. മലയാളത്തിൽ നിയമമെന്ന് മാത്രമേ ഉള്ളൂ, ഉടമ്പടി എന്നല്ല എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13 verse 20 and 21. Hebrews 13, the verses number 20 and 21. And I read, Now may the God of peace, who brought up from the dead
our Lord Jesus, the great shepherd of the sheep, and ratified an eternal covenant with his blood. Eternal covenant with his blood. It's a blood covenant. His blood, not your blood. Okay, next one. Verse number 21. May he equip you with all you need for doing his will. May he produce in you, through the power of Jesus Christ, every good thing that is pleasing to him. All glory to him forever and ever. Amen. Amen. ഞാനത് ഇംഗ്ലീഷിൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മലയാളത്തിൽ തന്നെ പറയാം. നിങ്ങൾക്ക് കവനന്റ് എന്നുള്ള ഒരു വേർഡ് കാണാൻ വേണ്ടിയാണ് വായിച്ചത്. അത് മലയാളത്തിൽ വായിക്കുന്നത്, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം, the God of peace, made a covenant with his blood. അതിനകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. എന്താണ് കവനിൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എല്ലാത്തിലും യഥാസ്ഥാനപ്പെടുത്തുമെന്ന്. How many of you understand that? എത്ര പേർക്ക് മനസ്സിലായി? ആർക്കും മനസ്സിലാകത്തില്ല. കവനന്റ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കവനന്റിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്നും അറിയത്തൊന്നുമില്ല. ദൈവം നിന്നെ എല്ലാ സ്ഥാനത്തും എല്ലായിടത്തും യഥാസ്ഥാനപ്പെടുത്തും. He make everything perfect for you through the power of Jesus Christ. Every good things that is pleasing him, he will give you all the good things which is pleasing him. അവന്റെ പ്രസാദമാണ് നിനക്ക് നന്മ തരുന്നത്. ഇത് ആർക്കറിയാം? ബന്ധക്കോസുകാരൻ നടക്കുകയാണ്, കഷ്ടത്തിലൂടെ കർത്താവ് നടത്തുന്നത്. കഷ്ടത്തിലൂടെ നടത്തുന്നത്. Oh Lord, give me all the troubles and tribulations Lord is going through, putting through. ഇതൊക്കെ ആരാ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? എനിക്കറിയത്തില്ല. ബൈബിൾ വായിച്ച എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായേക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിന്റെ കവനന്റിലേക്ക് കടന്നു വാ. Come to the covenant. ദൈവം അവസ്ഥ കണ്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം ജനത്തെ ഓർക്കുന്നത് അവന്റെ കവനന്റ് ഓർത്തിട്ടാണ്. ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 2 verse 23 and 24. ബുക്ക് ഓഫ് എക്സഡസ്. അത് മലയാളത്തിൽ വായിച്ചാൽ പിടി കിട്ടത്തില്ല. ഈ മലയാളത്തിൽ വായിച്ചാണ് നമുക്ക് പലതും പിടി കിട്ടാതെ പോയിരിക്കുന്നത്. Chapter 2, book of Exodus. The book of Exodus, the chapter number 2, the verses 22 and 23 through 24. Years passed, and the king of Egypt died. But the Israelites continued to groan under their burdens of slavery. They cried out for help, and their cry rose up to God. Verse number 24. God heard their groaning. God heard their groaning. That's not a cry. Groaning is coming from the bottom of your heart. Groaning, and he remembered his covenant. അവൻ ഉടമ്പടിയെ ഓർത്തു. He remembered his covenant with Abraham, Isaac and Jacob. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള ഉടമ്പടിയെ അവൻ ഓർത്തു. Next one. The verse number 25. He looked down unto the people of Israel and knew it was time to act. Okay. He looked down. When did he look down? When he remembered the covenant. നിന്റെ പ്രതികൂലങ്ങളെ കണ്ടിട്ടല്ല തിരിഞ്ഞു നോക്കുന്നത്. നിന്റെ കരച്ചിലിന്റെ മുമ്പിലല്ല, ഉടമ്പടിയുടെ മുന്നിലാണ് ദൈവം നോക്കുന്നത്.
he looked the covenant and looked down. He remembered his covenant. ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ഈ കവനനെ കുറിച്ച് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട് അനേക പ്രയർ ലൈനുകളിൽ. ഇന്ന് ഈ ചർച്ചിൽ കൂടെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവാത്മാവിൽ എനിക്കൊരു പ്രേരണയുണ്ടായി. ഈ കവനന്റിൻ്റെ സ്റ്റഡി ദൈവം അനുവദിച്ചാൽ പലപ്പോഴുമൊക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ചർച്ചിൽ കൂടി ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കണം. കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ ഓർക്കുന്ന ദൈവം നീ ആയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. പുതിയ നിയമത്തിൽ ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ ഓർത്ത് നിന്റെ രക്തത്താൽ ഞങ്ങളോട് ചെയ്ത ഉടമ്പടി ഓർക്കുമാറാകണം. കർത്താവെ, നിന്റെ ജനം കടന്നു പോകുന്ന പ്രയാസത്തിൽ, പ്രതികൂലത്തിന്റെ സത്യത്തിൽ, രോഗങ്ങളിലൂടെ, ദുഃഖത്തിലൂടെ, അതിവേദനയിലൂടെ കടന്നു പോകുന്ന ജനത്തിന് വിടുതലും ആശ്വാസവും ഉണ്ടാകട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. ദൈവപ്രവൃത്തി ഈ എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന സകലരുടെ മേലും വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന് ചേഞ്ച് ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ട എല്ലാ നന്മകളും അവർക്ക് ലഭിക്കുവാൻ ഇടയായി തീരട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. യഹോവയായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനായിരിക്കട്ടെ. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ വചനങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.